മക്കളെ നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കുന്നത് മറ്റൊരു പുതിയ ടോപ്പിക്കാണ്. അതാണ് മീറ്റർ ബ്രിഡ്ജ്. നമ്മളെ സംബന്ധിച്ച് മീറ്റർ ബ്രിഡ്ജ് അത്രയും പുതിയ കാര്യമല്ല. കാരണം എന്താണ്, ഈ മീറ്റർ ബ്രിഡ്ജ് എന്ന് പറയുന്നത് ആക്ച്വലി വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജിന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ആണ്. നമ്മൾ വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജ് പഠിച്ചതാണ്. ഓർക്കുന്നുണ്ടോ വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജ്? വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജാ മക്കളെ, വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജ് കണ്ടോ. ഇവിടെയാണെങ്കിൽ എൻ്റെ കയ്യിൽ കുറേ റെസിസ്റ്റേഴ്സ് ഉണ്ട്. ഞാൻ ഇവിടെയാണെങ്കിൽ സപ്ലൈ കണക്ട് ചെയ്തു. സോ ഇതാണ് വി വോൾട്ട് ഞാൻ ഇവിടെ കണക്ട് ചെയ്തു. മക്കളെ ഇത് പി, ഇത് ക്യൂ, ഇത് ആർ, ഇത് എസ്. നമുക്കറിയാം പി ബൈ ക്യൂ വിച്ച് ഈസ് ഈക്വൽ ടു ആർ ബൈ എസ് ആണെങ്കിൽ നോക്ക്, പി ബൈ ക്യൂ വിച്ച് ഈസ് ഈക്വൽ ടു ആർ ബൈ എസ് ആണെങ്കിൽ ഈ മിഡിൽ ആമിലൂടെ ആര് ഫ്ലോ ചെയ്യത്തില്ല? കറണ്ട് ഫ്ലോ ചെയ്യത്തില്ല. സോ മിഡിൽ ആമിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നില്ല. ഈ കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് ബാലൻസ് കണ്ടീഷൻ. സോ ഈ ഒരു സർക്യൂട്ടിന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ആണ് എന്ത്? മീറ്റർ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഈ മീറ്റർ ബ്രിഡ്ജ് എന്ന പേര് വരാൻ കാരണം നോക്ക് മക്കളെ, ഇതെല്ലാം കോപ്പറിന്റെ സ്ട്രിപ്പാണ്. ഇതെല്ലാം എന്താണ്? കോപ്പറിന്റെ സ്ട്രിപ്പാണ്. നോക്ക്, ഞാൻ ഇവിടെ ആണെങ്കിൽ ആ കോപ്പറിന്റെ സ്ട്രിപ്പ് ഇവിടെ വരച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. ഇതൊരു കോപ്പറിന്റെ സ്ട്രിപ്പ് ആണെന്ന് കരുതിക്കും. കണ്ടോ, എന്താണ്? കോപ്പറിന്റെ സ്ട്രിപ്പാണ്. കോപ്പറിന്റെ സ്ട്രിപ്പാണ്. ഇത്രയും ഭാഗം കോപ്പറിന്റെ സ്ട്രിപ്പാണ്. ഈ കോപ്പറിന്റെ സ്ട്രിപ്പിലേക്ക് ഞാൻ ഒരു റെസിസ്റ്റൻസ് ഘടിപ്പിച്ചേക്കാണ് അല്ലേ. നോക്ക്, ഒരു റെസിസ്റ്റൻസ് ഘടിപ്പിച്ചേക്കാണ്. ഞാൻ ഈ റെസിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് പി. മറ്റൊരു റെസിസ്റ്റൻസ് ഉണ്ട്, അതാണ് ക്യൂ. ഇവിടെയാണെങ്കിൽ എന്തുണ്ട്? ആ ഒരു വയറാണുള്ളത്. ഇവിടെയാണെങ്കിൽ എന്തുണ്ട്? രണ്ട് റെസിസ്റ്റേഴ്സ് ഉണ്ട്. ഉണ്ടോ? ഇവിടെ വയറാണ്, ഇവിടെ എന്താണ്? രണ്ട് റെസിസ്റ്റേഴ്സ് ഉണ്ട്. ഇനിയാണെങ്കിൽ നമുക്ക് ഈ വയറിന്റെ ആകെ നീളം എന്ന് പറയുന്നത്, ഈ വയറിന്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 100 സെന്റിമീറ്റർ ആണ്. കണ്ടോ, 100 സെന്റിമീറ്റർ ആണ്. അതിന്റെ 1 മീറ്റർ ആണ് ഈ വയറിന്റെ ആകെ നീളം. മക്കളെ, ഈ വയറിന്റെ റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ് സ്മോൾ ആർ. സോ റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത് എത്രയാണ്? സ്മോൾ ആർ. അതായത് ഒരു യൂണിറ്റ് ലെങ്തിൽ എത്ര റെസിസ്റ്റൻസ് ഉണ്ടോ? 6 റെസിസ്റ്റൻസ് ഉണ്ട്. അങ്ങനെയെങ്കിൽ നോക്ക്, ഞാൻ ഇവിടെയാണെങ്കിൽ ഒരു ജോക്കി ഘടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇവിടെ തൊട്ട് ഇവിടെ ഉള്ള ലെങ്ത് ആണ് എൽ എന്ന് പറയുന്നത്. മക്കളെ, ഇതിന്റെ റെസിസ്റ്റൻസ് എത്രയാണ്? ഇതിന്റെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എൽ ഇൻറ്റു ആർ ആയിരിക്കും. ശരിയാണോ? ഇത്രയും ഭാഗത്തിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എൽ ആണെങ്കിൽ, ഇത്രയും ഭാഗത്തിന്റെ ലെങ്ത് എൽ ആണെങ്കിൽ അതിന്റെ റെസിസ്റ്റൻസ് എത്രയായിരിക്കും? എൽ ഇൻറ്റു ആർ ആയിരിക്കും. ഇത്രയും ഭാഗം എത്രയായിരിക്കും? അത് 100 മൈനസ് എൽ നീളമാണ്. അതിന്റെ റെസിസ്റ്റൻസ് എത്രയായിരിക്കും? 100 മൈനസ് എൽ ഇൻറ്റു ആർ ആയിരിക്കും ഇത്രയും ഭാഗത്തിന്റെ റെസിസ്റ്റൻസ്. സോ ഞാൻ ഈ ആറിന് പകരം പറയുകയാണ്. ഈ ആറിന് പകരം പറയാം എന്താണ്? എൽ ഇൻറ്റു ആർ. ഇത്രയും ഭാഗത്തെ നീളം ഇൻറ്റു അവന്റെ റെസിസ്റ്റൻസ്. ഇത്രയും ഭാഗത്തെ നീളം എത്രയാണ്? 100 മൈനസ് എൽ ഇൻറ്റു ഒരു യൂണിറ്റ് ലെങ്തിന്റെ റെസിസ്റ്റൻസ് 6 ആണ്. സോ ഇത്രയും ഭാഗത്തെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100 മൈനസ് എൽ ഇൻറ്റു ആർ ആണ്. മനസ്സിലായോ? സോ ഇത് ആക്ച്വലി എന്താണ്? റെസിസ്റ്റൻസ് വയർ ആണ്. ഇതെന്താണ്? റെസിസ്റ്റൻസ് വയർ ആണ്. അങ്ങനെയെങ്കിൽ ഞാൻ ജോക്കി ആണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത്, ജോക്കി എന്ന് പറയും കേട്ടോ, ഈ ജോക്കി ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ഒരു പോയിന്റിൽ കൊണ്ടെത്തിച്ചു. അങ്ങനെയെങ്കിൽ എനിക്ക് ഇങ്ങനെ കിട്ടി, പി ഡിവൈഡ് ബൈ ക്യൂ എന്ന് പറയുന്നത് പി ബൈ ക്യൂ, മുകളിലുള്ള ആൾക്കാരുടെ റേഷ്യോ വിച്ച് ഈസ് ഈക്വൽ ടു താഴെയുള്ള ആൾക്കാരുടെ റേഷ്യോ എത്രയാണ്? എൽ ആർ ഡിവൈഡ് ബൈ 100 മൈനസ് എൽ ഇൻറ്റു ആർ. 6 ക്യാൻസൽ ആയിപ്പോയി. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? പി ബൈ ക്യൂ വിച്ച് ഈസ് ഈക്വൽ ടു എൽ ഡിവൈഡ് ബൈ 100 മൈനസ് എൽ. നോക്ക്, പി ബൈ ക്യൂ വിച്ച് ഈസ് ഈക്വൽ ടു പി ബൈ ക്യൂ, മുകളിലുള്ള ആൾക്കാരുടെ റേഷ്യോ വിച്ച് ഈസ് ഈക്വൽ ടു താഴെയുള്ള ലെങ്തിന്റെ റേഷ്യോ. അങ്ങനെ പറഞ്ഞൂടെ? താഴെയുള്ള ലെങ്തിന്റെ റേഷ്യോ. സോ ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇത് ബാലൻസ്ഡ് കണ്ടീഷൻ അല്ലേ മക്കളെ? ബാലൻസ്ഡ് കണ്ടീഷൻ ആണ്. സോ ഇവിടെയാണെങ്കിൽ ഗാലോമീറ്ററിലൂടെ കറണ്ട് വാല്യൂ എത്രയുടെ മക്കളെ? 0 ആയിട്ട് മാറും. അതായത് ഗാലോമീറ്റർ 0 ഡിഫ്ലക്ഷൻ കാണിക്കും. സോ ഞാനാണെങ്കിൽ ഈ ജോക്കിയെ നീക്കി ഒരു പർട്ടിക്കുലർ ലെങ്തിൽ കൊണ്ടെത്തിക്കും. കണ്ടോ, എനിക്ക് ജോക്കിയെ നീക്കി ഒരു പർട്ടിക്കുലർ ലെങ്തിൽ കൊണ്ടെത്തിക്കുമ്പോൾ ഗാലോമീറ്ററിലൂടെ കടന്നു പോകുന്ന കറണ്ടിന്റെ വാല്യൂ എന്തായിട്ട് മാറും മക്കളെ? 0 ആയിട്ട് മാറും. അതിന്റെ മീനിങ് എന്താടാ? അതിന്റെ മീനിങ് എന്ന് പറയുന്നത് നോക്കടാ, ഇതേ ഡിവൈഡ് ബൈ ഇത്,
ഇത് രണ്ട് റെസിസ്റ്റേഴ്സ് ആണ്. ഈ റെസിസ്റ്റൻസ് ഡിവൈഡ് ബൈ ഈ റെസിസ്റ്റൻസ്, മുകളിലുള്ള റെസിസ്റ്റൻസിന്റെ റേഷ്യോ വിച്ച് ഈസ് ഈക്വൽ ടു താഴെയുള്ള ലെങ്ത്തിന്റെ റേഷ്യോ. അങ്ങനെയെങ്കിൽ എന്ത് പറയും? ഈ കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് ബാലൻസ്ഡ് കണ്ടീഷൻ. ഇത് വിളിക്കും ബാലൻസ്ഡ് കണ്ടീഷൻ. ഈ സമയത്ത് ഗാൽവനോമീറ്ററിലൂടെ ഒഴുകുന്ന കറണ്ടിന്റെ വാല്യൂ എത്രയായിട്ട് മാറും മക്കളെ? 0 ആയിട്ട് മാറും. തിരിച്ചെഴുതാം. കറണ്ട് ത്രൂ ഗാൽവനോമീറ്റർ എത്രയായിട്ട് മാറും മക്കളെ? 0 ആയിട്ട് മാറും. അതായത് ഗാൽവനോമീറ്റർ 0 ഡിഫ്ലക്ഷൻ കാണിക്കും. നമ്മൾ പറയും ഈ കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് എന്ത്? ബാലൻസ്ഡ് കണ്ടീഷൻ. ഇത്രയും കാര്യം മനസ്സിലായോ? സോ ആക്ച്വലി ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമ്മളോട് മാറ്റി വരയ്ക്കാം. ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പറഞ്ഞുവിടടാ, ഇത് P ആണ്, ഇത് Q ആണ്, ഇത് ഒരു വയറാണ്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു ഗാൽവനോമീറ്റർ ഘടിപ്പിക്കുന്നുണ്ട്. ശരിയാണോ? ഇവിടെയാണ് നമ്മൾ സപ്ലൈ കൊടുക്കുന്നത്. ഇതെന്താണ്? ഇത് മീറ്റർ ബ്രിഡ്ജാണ്. മക്കളെ, എനിക്കാണെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു റെസിസ്റ്ററിന്റെ വാല്യൂ അറിയത്തില്ലെന്ന് കരുതിക്കൂ. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, ഇവിടെ 2 റെസിസ്റ്റൻസ് ഉണ്ട്. ഈ റെസിസ്റ്ററിന്റെ വാല്യൂ എനിക്ക് അറിയത്തില്ല, ഇതിന്റെ വാല്യൂ എനിക്ക് അറിയാം. സോ എനിക്ക് ഒരു അൺനോൺ റെസിസ്റ്റർ ഉണ്ട്. ഇതെന്താണ്? നോൺ ആണ്, അറിയാവുന്ന റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ എനിക്ക് 2 റെസിസ്റ്റൻസ് ഉണ്ട്. ഒരു റെസിസ്റ്റൻസിന്റെ വാല്യൂ എനിക്ക് അറിയത്തില്ല, മറ്റേ റെസിസ്റ്ററിന്റെ വാല്യൂ എനിക്കറിയാം. ഞാനാണെങ്കിൽ എന്ത് ചെയ്തു? ഈ ജോക്കിയെ നീക്കി ഒരു പോയിന്റിൽ കൊണ്ടെത്തിച്ചപ്പോൾ ഗാൽവനോമീറ്ററിലൂടെ പോയ കറണ്ടിന്റെ വാല്യൂ 0 കാണിച്ചു. അതിന് മീനിങ് എന്താണ്? ഇവിടെ ബാലൻസ്ഡ് ആയി. ശരിയാണോ? അങ്ങനെയെങ്കിൽ ഈ ലെങ്ത്, ഞാൻ പറയാണ്, ഈ ലെങ്ത് L ആണ്, ഈ ലെങ്ത് 100 - L ആണ്. ശരിയല്ലേ? സോ ഞാൻ പറഞ്ഞു ഈ ലെങ്ത് L എന്ന നീളത്തിൽ എത്തിയപ്പോഴത്തേക്കും ഗാൽവനോമീറ്ററിലൂടെ കടന്നുപോയ കറണ്ടിന്റെ വാല്യൂ 0 കാണിച്ചു. അതിന്റെ മീനിങ് എന്താ മക്കളെ? അതിന്റെ മീനിങ് എന്താണ്? അതിന്റെ മീനിങ് നോക്ക്, മുകളിലുള്ള ആൾക്കാരുടെ റേഷ്യോ വിച്ച് ഈസ് ഈക്വൽ ടു താഴെയുള്ള ആൾക്കാരുടെ റേഷ്യോ ആണ്. ശ്രദ്ധിക്കണം, ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. എവിടെയാണോ നിങ്ങൾ അൺനോൺ റെസിസ്റ്റൻസ് എടുത്തിരിക്കുന്നത്, ആ ലെങ്ത് ആണ് L ആയിട്ട് എടുക്കേണ്ടത്. മനസ്സിലായോ? മറ്റെന്തായിരിക്കും? 100 - L. എവിടെയാണോ അൺനോൺ റെസിസ്റ്റൻസ്, അതിന് താഴെ എന്തായിരിക്കും? നമ്മുടെ L ആയിരിക്കും. ബാക്കി എന്തായിരിക്കും? 100 - L. മനസ്സിലായോ? സോ ബാലൻസിംഗ് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എവിടെയാണോ അൺനോൺ റെസിസ്റ്റൻസ്, അതിന് തൊട്ട് താഴെ ആയിരിക്കും ബാലൻസിംഗ് ലെങ്ത്. ബാക്കി എന്താണ്? 100 - L. ഓക്കെ ആണോ? ശരി. അങ്ങനെയെങ്കിൽ നമുക്ക് എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് മക്കളെ, എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു പറഞ്ഞ് R × L ഡിവൈഡ് ബൈ 100 - L. മക്കളെ, ഈ ഇക്വേഷൻ ഒക്കെ ബുക്കിലുള്ള ഇക്വേഷൻ ആണ്. നമ്മൾ എന്ത് ചെയ്യത്തില്ല? ഈ ഇക്വേഷൻ യൂസ് ചെയ്യത്തില്ല. കാരണം എന്താണ്? നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഇക്വേഷൻ ആണ്. മുകളിലുള്ള ആൾക്കാരുടെ റേഷ്യോ വിച്ച് ഈസ് ഈക്വൽ ടു താഴെയുള്ള ലെങ്തിന്റെ റേഷ്യോ, മുകളിലുള്ള റെസിസ്റ്റൻസിന്റെ റേഷ്യോ വിച്ച് ഈസ് ഈക്വൽ ടു താഴെയുള്ള ലെങ്തിന്റെ റേഷ്യോ. മനസ്സിലായോ? സോ മീറ്റർ ബ്രിഡ്ജിന് ഒരൊറ്റ മന്ത്രമേ ഉള്ളൂ. എന്താണ്? മുകളിലുള്ള ആൾക്കാരുടെ റേഷ്യോ വിച്ച് ഈസ് ഈക്വൽ ടു താഴെയുള്ള ലെങ്തിന്റെ റേഷ്യോ. മനസ്സിലായോ? ഈ ഒരു കാര്യം അറിയാമെങ്കിൽ ബാക്കി എല്ലാ ക്വസ്റ്റ്യനും പെട്ടെന്ന് ആൻസറിലേക്ക് മൂവ് ചെയ്യാൻ കഴിയും. ഓക്കെ, ശരി മക്കളെ, ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇത്രയേ ഉള്ളൂ, മീറ്റർ ബ്രിഡ്ജിന്റെ കഥ ഇത്രയേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഈ ക്വസ്റ്റ്യനിലേക്ക് വരാൻ പോവുകയാണ്. നോക്കട്ടെ മക്കളെ, ക്വസ്റ്റ്യൻസ്. ഇവിടെയാണെങ്കിൽ ആദ്യം സിമ്പിൾ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെയാണെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. ഈ റെസിസ്റ്റൻസിന്റെ വാല്യൂ എനിക്ക് അറിയാം. ഫോർ എക്സാമ്പിൾ ഇതിന്റെ വാല്യൂ ഒരു 60 ഓം ആണ്. എനിക്ക് ഈ റെസിസ്റ്റൻസിന്റെ വാല്യൂ അറിയത്തില്ല. ഞാനാണെങ്കിൽ ബാലൻസ് ലെങ്ത് കണ്ടുപിടിച്ചു. മക്കളെ, ബാലൻസ് ലെങ്ത് എന്ന് പറയുന്നത് ഇത് 10 സെന്റിമീറ്റർ ആണ്. ഇതെന്ന് പറയുന്നത് എത്രയായിരിക്കും? 90 സെന്റിമീറ്റർ ആണ്. ഓക്കെ ആണോ? പറഞ്ഞേ, അൺനോൺ റെസിസ്റ്റൻസ് കണ്ടുപിടിച്ച് പറഞ്ഞേ, പെട്ടെന്ന് പറഞ്ഞേ. നിങ്ങൾ പറയും സാർ സിമ്പിൾ, മുകളിലുള്ള ആൾക്കാരുടെ റേഷ്യോ 60 ഡിവൈഡ് ബൈ എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു താഴെയുള്ള ആൾക്കാരുടെ റേഷ്യോ 10 ഡിവൈഡ് ബൈ 90. സോ എത്ര കിട്ടും മക്കളെ? എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു 540 ഓം. നോക്കടാ, എത്ര സിമ്പിൾ ആണ്. ഇക്വേഷൻ വല്ലതും വേണോ? നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം? ആലോചിച്ച് തന്നെ ആൻസറിലേക്ക് എത്തിച്ചേരാൻ കഴിയും. അങ്ങനെയെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ പെട്ടെന്ന് പറയണേ, തിരിച്ചു പറയാം. നമുക്കാണെങ്കിൽ ലെങ്തിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഓക്കെ മക്കളെ, ഇതെന്ന് പറഞ്ഞാൽ ഒരു 10 ഓം ആണ് കരുതിക്കൂ. ഇത് 15 ഓം ആണ്. ലെങ്തിന്റെ റേഷ്യോ പറഞ്ഞേ, ഇത് L ആണ്, ഇത് 100 - L ആണ്. എനിക്ക് എല്ലിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. പെട്ടെന്ന് പറഞ്ഞേ, എന്ത് ചെയ്യും നിങ്ങൾ പറയും സാർ റേഷ്യോ എടുക്കണം. 10 ഡിവൈഡ് ബൈ 15 വിച്ച് ഈസ് ഈക്വൽ ടു L ഡിവൈഡ് ബൈ 100 - L. ശരിയാണോ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം.
വെട്ടി കളയാൻ എത്ര കിട്ടും? 2/3 എന്ന് കിട്ടും. ശരിയല്ലേ? സോ ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ. 200 minus 2L which is equal to 3L. 200 which is equal to 5L. L which is equal to എത്ര കിട്ടും? 40 സെന്റിമീറ്റർ എന്ന് കിട്ടും. സോ മക്കളെ ഇത് എത്രയാണ്? ഇത് 40 സെന്റിമീറ്റർ ആണ്. അങ്ങനെ ഇത് എത്രയായിരിക്കും? 60 സെന്റിമീറ്റർ ആയിരിക്കും. ശരിയാണോ? സിമ്പിൾ അല്ലേടാ മക്കളെ? സോ സിമ്പിൾ. സോ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് ആൻസറിലേക്ക് മൂവ് ചെയ്യാൻ കഴിയും. പലപ്പോഴും ഇവിടെയാണെങ്കിൽ 2 റെസിസ്റ്റൻസ് വെക്കും. ഉണ്ടോ? 2 റെസിസ്റ്റൻസ് വെക്കും. അങ്ങനെയെങ്കിലോടാ ഇവിടെ 2 റെസിസ്റ്റൻസ് പാരലൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ എന്ത് ചെയ്യും? ഇതും 10 ആണ്, ഇതും 10 ആണ്. എഫക്റ്റീവ് എത്രയാണ്? എഫക്റ്റീവ് 5 ആണ്. സോ അങ്ങനെ എടുക്കുക നിങ്ങൾ 5. ഉണ്ടോ? ഇവിടെ 5 എന്ന് എടുക്കണം. എഫക്റ്റീവ് എത്രയാണ്? 5 ആണ്. സോ 5 divided by 15 which is equal to L divided by 100 minus L എന്ന് എടുക്കണം. കണക്ക് ചെയ്യണം. മനസ്സിലായോ? 1/3 വരും. എന്നിട്ട് എന്ത് ചെയ്യണം? കണക്ക് ചെയ്യണം. ചെയ്യാൻ പറ്റത്തില്ല മക്കളെ. സോ ഇത്രയും ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? പെട്ടെന്ന് ഈ രീതിയിൽ കണക്ക് ചെയ്യും. എനിക്കറിയാം ഇതൊക്കെ ബോർഡ് എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഇനിയാണെങ്കിൽ നമുക്ക് നീറ്റിന് വന്ന ക്വസ്റ്റ്യൻ നോക്കാം. ഇതിൽ നിന്ന് നീറ്റിന് എന്താ ക്വസ്റ്റ്യൻ വന്നാൽ നോക്കാം. മക്കളെ നീറ്റിന് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. എൻ്റെ കയ്യിലാണെങ്കിൽ ഒരു മീറ്റർ ബ്രിഡ്ജ് ഉണ്ട്. ഇവിടുത്തെ ആണെങ്കിൽ ആ വാല്യൂ 10 ഓം ആണ്. ഇവിടുത്തേത് 15 ഓം ആണ് റെസിസ്റ്റൻസ്. ഇവിടെയാണെങ്കിൽ എൻ്റെ കയ്യിൽ ഗാലോമീറ്റർ ഉണ്ട്. ഇത് ബാലൻസ് ലെങ്ത് ആണ്. എനിക്ക് ഇവിടുത്തെ ബാലൻസ് ലെങ്ത് അറിയത്തില്ല. ഞാൻ പറയുകയാണ് ഇത് എത്രയാണ്? അത് എക്സ് ആണ്. ഇത് 100 മൈനസ് എക്സ് ആണ്. ഓക്കെ. ഇനിയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്തു? ഇത് ഇന്റർചേഞ്ച് ചെയ്തു. എന്ത് ചെയ്തു? ഇന്റർചേഞ്ച് ചെയ്തു. ഈ 2 റെസിസ്റ്റൻസിനെ ഇന്റർചേഞ്ച് ചെയ്തു. കണ്ടോ? ഇന്റർചേഞ്ച് ചെയ്തു. സോ അപ്പോൾ ഇതെന്ത് എത്രയാണെന്ന് അറിയാമോ? ഇതെന്ന് പറഞ്ഞാൽ y ആണ്. ഇത് 100 മൈനസ് y ആയിരുന്നു. ഓക്കെ. ഇത് എത്രയാണ്? ഇത് 15 ഓം ആണ്. ഇതെന്ന് പറയുന്നത് 10 ഓം ആണ്. 10 ഓം. ക്വസ്റ്റ്യൻ ഇതാണ്. ഇങ്ങനെ സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. 2 റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. 10 ഓമും 15 ഓമും ബാലൻസ് ലെങ്ത് ആയിരുന്നു L. ഇവിടുത്തെ ബാലൻസ് ലെങ്ത് ഇന്റർചേഞ്ച് ചെയ്തപ്പോൾ ബാലൻസ് ലെങ്ത് എന്തായിട്ട് മാറി? y ആയിട്ട് മാറി. അങ്ങനെയെങ്കിൽ എത്രയാണ് ചേഞ്ച് ആയത്? ബാലൻസ് ലെങ്ത് എത്ര ചേഞ്ച് ആയി? ക്വസ്റ്റ്യൻ മനസ്സിലായോ? ബാലൻസ് ലെങ്ത് എത്ര ചേഞ്ച് ആയി? സോ കണ്ടുപിടി മക്കളെ. വീഡിയോ പോസ് ചെയ്യണം. പെട്ടെന്ന് കണ്ടുപിടിച്ചേ. കുഞ്ഞു സെക്ഷൻ ആണ്. പെട്ടെന്ന് ഇവിടെ ചെയ്യണം. പറഞ്ഞേ എങ്ങനെ ചെയ്യും? നമ്മൾ ആദ്യം ഇതിന്റെ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കും. ശരിയാണോ? സോ എങ്ങനെ കണ്ടുപിടിക്കാം എക്സിന്റെ വാല്യൂ? പറഞ്ഞേ. നിങ്ങൾ പറയും സാർ നമ്മൾ തൊട്ട് മുന്നേ ചെയ്തതാണ് 10 divided by 15 which is equal to x divided by 100 minus x. സോ വെട്ടി കളയാം. 2/3 കിട്ടും. സോ 200 minus 2x which is equal to 3x. സോ 200 which is equal to 5x. x is equal to എത്ര കിട്ടും മക്കളെ? 40 സെന്റിമീറ്റർ കിട്ടും. മക്കളെ ഇത് 40 സെന്റിമീറ്റർ ആണെങ്കിൽ എത്രയായിരിക്കും? ഇത് 60 സെന്റിമീറ്റർ. പറഞ്ഞേ ബാലൻസ് ലെങ്ത് എത്രയാണ്? ബാലൻസ് ലെങ്ത് 40 സെന്റിമീറ്റർ ആണ് അല്ലേ? എല്ലാണ് ബാലൻസ് എക്സ് ആണ് ബാലൻസ് ലെങ്ത് എന്ന് പറയുന്നത്. എത്രയാണത്? 40 സെന്റിമീറ്റർ ആണ്. ശരി. അങ്ങനെയെങ്കിൽ ഇവിടെ കണ്ടുപിടിച്ച മക്കളെ ഇവിടെ എങ്ങനെ കണ്ടുപിടിക്കും? 15 divided by 10 which is equal to y divided by 100 minus y. ശരിയാണോ? വെട്ടി പോകും. 2/3 കിട്ടും. സോറി 3/2 കിട്ടും. 3/2 എന്ന് കിട്ടും. എത്ര കിട്ടും? 300 minus 3y which is equal to 2y. So 300 which is equal to എത്ര കിട്ടും മക്കളെ? 5y എന്ന് കിട്ടും. y which is equal to എത്ര കിട്ടും? 60 എന്ന് കിട്ടും. ശരിയാണോ? 60 സെന്റിമീറ്റർ. സോ എത്രയാണ്? ഇത് 60 സെന്റിമീറ്റർ ആണ്. എത്രയാണത്? 40 സെന്റിമീറ്റർ ആണ്. സോ നേരത്തെ എത്രയായിരുന്നു ബാലൻസ് ലെങ്ത്? 40 സെന്റിമീറ്റർ ആണ്. ഇപ്പോൾ ബാലൻസ് ലെങ്ത് എത്രയാണ്? 60 സെന്റിമീറ്റർ ആണ്. എത്രയാണ് കൂടിയത്? 20 ഇൻക്രീസ്. അപ്പോൾ ഓപ്ഷനിൽ കാണും 20 ഇൻക്രീസ്. സോ ആൻസർ എന്താണ്? 20 ഇൻക്രീസ് ചെയ്തു. ഓക്കെ ആണോ? സിമ്പിൾ അല്ലേടാ? സോ സിമ്പിൾ. കുഞ്ഞിക്കാര്യം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പെട്ടെന്ന് പറ. ക്വസ്റ്റ്യൻ ആണ്. എൻ്റെ കയ്യിൽ 2 റെസിസ്റ്റേഴ്സ് ഉണ്ട്. എത്ര റെസിസ്റ്റേഴ്സ് ഉണ്ട്? 2 റെസിസ്റ്റേഴ്സ് ഉണ്ട്. R1 ഉം R2. R1 R2 2 റെസിസ്റ്റേഴ്സ് ഉണ്ട്. R1 ഉം R2. ഇത് എവിടെയാണ് വെക്കുന്നത് പറഞ്ഞില്ല. ഏത് ഗ്യാപ്പിലാണെന്നും പറയുന്നില്ല. ലെഫ്റ്റിലാണോ റൈറ്റ് ഗ്യാപ്പിലാണെന്നും പറയുന്നില്ല. പറഞ്ഞിരിക്കുകയാണ് 2 റെസിസ്റ്റേഴ്സ് ഉണ്ട്. അത് മീറ്റർ ബ്രിഡ്ജിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ ബാലൻസ് ലെങ്ത് എന്ന് പറയുന്നത് 40 ആണ്. എത്രയാണ്? 40 ആണ്. ഇത് 40 അതുപോലെ ഇത് എത്രയായിരിക്കും? 60 ആണ് ഉറപ്പായിട്ടും. ഇത് 60 സെന്റിമീറ്റർ. ഇത് 40 സെന്റിമീറ്റർ ആണ്.
ബാലൻസ് ലെങ്ത് 40 ആണ്. അങ്ങനെയെങ്കിൽ പെട്ടെന്ന് പറഞ്ഞ മക്കളെ, ഇതിൽ ഏതാണ് ശരി? R1 വിച്ച് ഈസ് ഈക്വൽ ടു R2 ആണ് എ പാർട്ട്, എ ഓപ്ഷൻ. ബി ഓപ്ഷൻ R1 ചെറുതാണ് R2 വലുതാണ്. സി ഓപ്ഷൻ R1 വലുതാണ് R2 ചെറുതാണ്. ഡി ഓപ്ഷൻ R1 വലുതാണ് ഈക്വൽ ടു R2. സോ ഇതിൽ ഏതാണ് ശരി? പെട്ടെന്ന് പറഞ്ഞോ നീ. നോക്ക്, R1 അതുപോലെ R1 പ്രൊപ്പോർഷൻ എടുക്കുന്ന ആരാണ്? ഇതാണ്. എത്രയാണ്? 40 ആണ്. സോ 40 ചെറുതാണ് 60യേക്കാളും. അങ്ങനെയെങ്കിൽ പറഞ്ഞേ R1 ചെറുതാണ് R2 വലുതാണ്. കാരണം 60 വലുതാണ് 40 ചെറുതാണ്. അങ്ങനെ പറഞ്ഞ മക്കളെ R1 ഡിവൈഡ് ബൈ R2 വിച്ച് ഈസ് ഈക്വൽ ടു 40 ഡിവൈഡ് ബൈ 60 ആണ്. ശരിയല്ലേ? അങ്ങനെയെങ്കിൽ പറഞ്ഞ മക്കളെ R1 ആരായിരിക്കുംടാ? R1 എന്ന് പറയണത് പറഞ്ഞേ ചെറുതായിരിക്കും. കണ്ടോ, R1 ചെറുതായിരിക്കും. ആരായിരിക്കും വലുത്? R2 ആയിരിക്കും വലുത്. R2 ആയിരിക്കും വലുത്. R1 എന്തായിരിക്കും മക്കളെ? ചെറുതായിരിക്കും. മനസ്സിലായോ? കോൺസെപ്റ്റ് മനസ്സിലായോ? ശരി, ക്വസ്റ്റ്യൻ ഇതല്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. സോ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് ആൻസറിലേക്ക് മൂവ് ചെയ്യാൻ കഴിയും. ശരിയാണോ? അടുത്തത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മക്കളെ, ഇതിൽ R1ന്റെ കൂടെ ആണെങ്കിൽ R1ന്റെ കൂടെ ഞാൻ ഒരു 10 ഓം കൂടെ ആഡ് ചെയ്തു. R1ന്റെ കൂടെ ഒരു 10 ഓം കൂടെ ആഡ് ചെയ്തു. നോക്ക്, അപ്പൊ എങ്ങനെ വരും? കഥ എങ്ങനെ വരും? R1ന്റെ കൂടെ 10 ഓം കൂടെ ആഡ് ചെയ്തു. R2ന് യാതൊരു മാറ്റവുമില്ല. അങ്ങനെയെങ്കിൽ ലെങ്ത്, ബാലൻസിൽ ലെങ്ത് 10 കൂടെ കൂടി. പറയുകയാണ്, ക്വസ്റ്റ്യൻ പറയുകയാണ് ബാലൻസിൽ ലെങ്ത് 10 കൂടെ കൂടി. ബാലൻസിൽ ലെങ്ത് 10 കൂടെ കൂടി. നേരത്തെ എത്രയായിരുന്നു? നേരത്തെ 40 ആണ്. സോ 40യുടെ കൂടെ എത്ര കൂടി? 10 കൂടെ കൂടി എന്ന് ക്വസ്റ്റ്യൻ പറയുകയാണ്, ക്വസ്റ്റ്യൻ തരികയാണ്. കണ്ടോ, കൂടെ നിർബന്ധമൊന്നുമില്ല, പക്ഷെ ക്വസ്റ്റ്യൻ എടുത്ത് പറയും. ക്വസ്റ്റ്യന്റെ ലാംഗ്വേജ് ഇതാണ്. R1ന്റെ കൂടെ 10 കൂടെ കൂടിയപ്പോൾ അതിന്റെ ബാലൻസ് ലെങ്ത് എത്ര മാറി? 10 കൂടെ ഇൻക്രീസ് ചെയ്തു. അങ്ങനെയെങ്കിൽ എത്രയായിരിക്കും? ഇവിടെ 10 കൂടുമ്പോൾ ഇവിടെ 10 കുറയണ്ടേ മക്കളെ? എത്രയായിരിക്കും ഇവിടെ? ഇവിടെ 60 ആയിരിക്കും. സോറി, 50 ആയിരിക്കും. ശരിയാണോ? ഇവിടെ 50 ആയിരിക്കും. കാര്യം ഇവിടെ 10 കൂടിയാൽ ഉറപ്പാണ് ഇവിടെ എന്ത് ചെയ്യണം? 10 കുറയണം. അങ്ങനെയെങ്കിൽ R1ഉം R2ഉം എത്രയാണ്? R1, R2 കണ്ടുപിടിക്കുക. ഇതാണ് ക്വസ്റ്റ്യൻ. സോ ക്വസ്റ്റ്യൻ മനസ്സിലായോ? ക്വസ്റ്റ്യൻ എന്താണ്? ഒരു മീറ്റർ ബ്രിഡ്ജിലാണെങ്കിൽ 2 റെസിസ്റ്റേഴ്സ് ഉണ്ട്, R1ഉം R2ഉം. ബാലൻസ് ലെങ്ത് 40 ആയിരുന്നു. ഇനി ക്വസ്റ്റ്യൻ ഇതാണ്, R1ന്റെ കൂടെ ആണെങ്കിൽ 10 കൂടെ ആഡ് ചെയ്തപ്പോൾ ബാലൻസ് ലെങ്ത് 10 കൂടെ കൂടി. മനസ്സിലായോ? ബാലൻസ് ലെങ്ത് 10 കൂടെ കൂടി. അങ്ങനെയെങ്കിൽ R1ന്റെയും R2ന്റെയും വാല്യൂസ് എത്രയാണ്? ക്വസ്റ്റ്യൻ പറയാം. ക്വസ്റ്റ്യൻ എന്താണ്? 2 റെസിസ്റ്റേഴ്സ് ഉണ്ട്, R1ഉം R2ഉം. അവയുടെ ബാലൻസ് ലെങ്ത് ആണ് 40. R1ന്റെ കൂടെ 10 കൂടെ ആഡ് ചെയ്തപ്പോൾ ബാലൻസ് ലെങ്ത് 10 കൂടെ കൂടി. അങ്ങനെയെങ്കിൽ R1ഉം R2ഉം എത്രയാണ്? ക്വസ്റ്റ്യൻ മനസ്സിലായോ? എങ്ങനെ ചെയ്യുമടാ? എങ്ങനെ ചെയ്യും? നമുക്കറിയാം R1 ഡിവൈഡ് ബൈ R2ന്റെ റേഷ്യോ എത്ര മക്കളെ? റേഷ്യോ എത്രയാണ്? 2 ഡിവൈഡ് ബൈ 3 ആണ്. ശരിയാണോ? R1 ഡിവൈഡ് ബൈ R2 വിച്ച് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും മക്കളെ? 2 ഡിവൈഡ് ബൈ 3 കിട്ടും. സോ നമുക്കാണെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ പറയാമല്ലോ, R1 പ്ലസ് 10 ഡിവൈഡ് ബൈ R2, R1 പ്ലസ് 10 ഡിവൈഡ് ബൈ R2 വിച്ച് ഈസ് ഈക്വൽ എത്ര കിട്ടും? 50 ഡിവൈഡ് ബൈ 50 അല്ലേടാ? ആണ്. അതായത് 1 ആണ്. ശരിയാണോ? അതായത് R1 പ്ലസ് 10 വിച്ച് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? R2 കിട്ടും. R1 പ്ലസ് 10 വിച്ച് ഈസ് ഈക്വൽ ടു R2. സോ R1 പ്ലസ് 10 പകരം എന്ത് പറയാം? R2 എന്ന് പറയാം. അപ്പൊ നമുക്കാണെങ്കിൽ ഇവിടെ ഈക്വേഷൻ ആണെങ്കിൽ R1 അതുപോലെ എഴുതി. R2ന് പകരം എന്ത് പറയാം? R2ന് പകരം പറയാം. പറഞ്ഞേ R1 പ്ലസ് 10 എന്ന് പറയാം, വിച്ച് ഈസ് ഈക്വൽ ടു 2 ഡിവൈഡ് ബൈ 3. R1 കണ്ടുപിടിച്ചോടാ, എളുപ്പമല്ലേ? എത്രയാണ്? 3R1 വിച്ച് ഈസ് ഈക്വൽ ടു 2R1 പ്ലസ് എത്ര കിട്ടും? 20. ശരിയാണോ? 20. ഓക്കെ. സോ എത്ര കിട്ടും? ഇതിനെ ഇവിടെ കൊണ്ടുപോവാം. നമുക്ക് കിട്ടും R1 വിച്ച് ഈസ് ഈക്വൽ ടു 20 എന്ന് കിട്ടും. R1ന്റെ വാല്യൂ എത്ര മക്കളെ? R1 വിച്ച് ഈസ് ഈക്വൽ ടു 20 ഓം കിട്ടും. R2 എത്ര കിട്ടും മക്കളെ? R2 വിച്ച് ഈസ് ഈക്വൽ ടു R2 എങ്ങനെ കണ്ടുപിടിക്കാം? R1ന്റെ കൂടെ 10 കൂടെ ആഡ് ചെയ്യണം. സോ എത്ര കിട്ടും? 30 എന്ന് കിട്ടും. 20യുടെ കൂടെ 10 കൂടെ ആഡ് ചെയ്യുമ്പോൾ 30 ഓം കിട്ടും. സോ R1ഉം R2ഉം സിമ്പിൾ ആയിട്ട് കണ്ടുപിടിച്ചൂടെ? എളുപ്പമല്ലേടാ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് പെട്ടെന്ന് കണ്ടുപിടിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മക്കളെ, നീറ്റ് 2022
സോറി 2020 നീറ്റ് 2020 ക്വസ്റ്റ്യൻ ആണ്. നീറ്റ് 2020 മീറ്റർ ബ്രിഡ്ജിന്റെ ക്വസ്റ്റ്യൻ ആണ്. നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ക്വസ്റ്റ്യൻ ഇതാണ്: എൻ്റെ കയ്യിൽ ഒരു അൺനോൺ റെസിസ്റ്റൻസ് വയർ ഉണ്ട്. അതുകൊണ്ട് ഒരു അൺനോൺ റെസിസ്റ്റൻസ് വയർ ഉണ്ട്. ഇത് അൺനോൺ റെസിസ്റ്റൻസ് വയർ ആണ്. ഇതിന്റെ റെസിസ്റ്റൻസിന്റെ വാല്യൂ എനിക്ക് അറിയത്തില്ല. ഇതിന്റെ നീളം എന്ന് പറയുന്നത് 1.5 മീറ്റർ ലെങ്ത് ഉണ്ട്. നീളം എത്രയാണ്? 1.5 മീറ്റർ ലെങ്ത് ഉണ്ട്. സോ ഈ വയറാണെങ്കിൽ ഞാൻ മീറ്റർ ബ്രിഡ്ജിന്റെ ലെഫ്റ്റ് ഗ്യാപ്പിൽ കണക്ട് ചെയ്യുകയാണ്. നമുക്കറിയാം മീറ്റർ ബ്രിഡ്ജിന് 2 ഗ്യാപ്പ് ഉണ്ട്, ലെഫ്റ്റ് ഗ്യാപ്പും ഉണ്ട്, റൈറ്റ് ഗ്യാപ്പും ഉണ്ട്. ലെഫ്റ്റ് ഗ്യാപ്പിലാണെങ്കിൽ ലെഫ്റ്റ് ഗ്യാപ്പിൽ ഞാൻ ഈ വയർ കണക്ട് ചെയ്തു. റൈറ്റ് ഗ്യാപ്പിലാണെങ്കിൽ ഞാൻ ഒരു 10 ഓമിന്റെ റെസിസ്റ്റൻസ് കണക്ട് ചെയ്തു. ഇനിയാണെങ്കിൽ ഇവയുടെ ബാലൻസിംഗ് ലെങ്തിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 3:2 ആണ്. എത്രയാണ്? 3:2 ആണ്. ബാലൻസ് ലെങ്തിന്റെ റേഷ്യോ 3:2 ആണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ എനിക്ക് ഈ വയറിന്റെ 1 ഓം റെസിസ്റ്റൻസ് വേണമെങ്കിൽ, ഈ വയറിന്റെ 1 ഓം റെസിസ്റ്റൻസ് വേണമെങ്കിൽ എത്ര ലെങ്ത് എടുക്കണം? ഈ വയറിൽ നിന്നും 1 ഓം റെസിസ്റ്റൻസ് ഉള്ള വയർ മുറിച്ചെടുക്കുമ്പോൾ ആ വയറിന് എത്ര നീളം കാണും? സോ ആക്ച്വലി ഈ ക്വസ്റ്റ്യന്റെ ലാംഗ്വേജ് വായിച്ചിട്ട് കുട്ടികൾക്ക് മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടായിരുന്നു. കാര്യം പലപ്പോഴും കുട്ടികൾ വിചാരിച്ചത് എന്താണ്, ഈ വയറാണ് ഉദ്ദേശിക്കുന്നത്. 2 വയർ ഉണ്ടായതുകൊണ്ട് കൺഫ്യൂഷൻ ഉണ്ടായി. അങ്ങനെ പല കുട്ടികൾക്കും ആൻസർ തെറ്റിപ്പോയ സാഹചര്യം ഉണ്ടായിരുന്നു. മക്കളെ, ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിച്ചതിന് ശേഷം മാത്രമേ ആൻസറിലേക്ക് മൂവ് ചെയ്യാവൂ. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ലാംഗ്വേജ് കറക്റ്റ് അതുപോലെ പറഞ്ഞുതരാൻ ഉദ്ദേശിക്കുന്നത്. ക്വസ്റ്റ്യൻ എന്താണ്? നമുക്ക് ക്വസ്റ്റ്യൻ കാര്യം ചെയ്യാം. ഇതിന്റെ ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. നമുക്ക് മക്കളെ വീഡിയോ പോസ് ചെയ്ത് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കി. A resistance wire connected in the left gap of a meter bridge. Balance is at a 10 ohm resistance. Balance is at a 10 ohm resistance on the right gap. Balancing point achieve ചെയ്യുന്ന ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. Which divides the bridge wire in a ratio 3:2. അപ്പം 3:2 ആണ് balancing length. If the length of wire resistance length ആണ്. If the length of the resistance wire is 1.5 meter. ഉണ്ടോ? വയറിന്റെ നീളം 1.5 മീറ്റർ ആണ്. Then the length of 1 ohm of resistance wire is. ആ റെസിസ്റ്റൻസ് വയറിന്റെ നോക്കൂ മക്കളെ, ഈ റെസിസ്റ്റൻസ് വയറിന്റെ 1 ഓം കിട്ടാനായിട്ട് എത്ര നീളം മുറിച്ചെടുക്കണം? ഇതാണ് ക്വസ്റ്റ്യൻ. മനസ്സിലായോ? സോ ബേസിക്കലി എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇതിന്റെ നീളമുണ്ട്, ഇതിന്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ഞാൻ പറയുകയാണ് ഇതിന്റെ റെസിസ്റ്റൻസ് 6 ആണെന്ന് കരുതിക്കോ. ഇതിന്റെ റെസിസ്റ്റൻസ് എത്രയാണ്? 6 ആണ്. അപ്പൊ എങ്ങനെ കണക്ക് ചെയ്യും മക്കളെ? സിമ്പിൾ ആണ്. മുകളിലത്തെ റേഷ്യോ ഡിവൈഡ് ബൈ താഴത്തെ റേഷ്യോ. മുകളിലത്തെ റേഷ്യോ എത്രയാണ്? മുകളിലത്തെ റേഷ്യോ ഇത് 6 ആണ്. സോ 6 ഡിവൈഡ് ബൈ 10 which is equal to 3 divided by 2. ശരിയാണോ? എത്ര കിട്ടും? ഇത് 2R which is equal to 30, R which is equal to 15 ohm. സിമ്പിൾ അല്ലേ? 15 ഓം. സോ ആകെ ലെങ്ത് എത്രയാണ് മക്കളെ? സോ 15 ഓമില് എത്ര കിട്ടുമ്പോഴാ? 15 ഓമില് എത്ര ലെങ്ത് ഉണ്ട്? 1.5 മീറ്റർ ലെങ്ത് ഉണ്ട്. സോ ഫുള്ള് 15 ഓം ആണ്. 15 ഓമിന് 1.5 മീറ്റർ നീളമുണ്ട്. അങ്ങനെയെങ്കിൽ 1 ഓമിന് എത്ര നീളമുണ്ട്? ഇവിടെ കൊണ്ടുപോവാം. സോ ഇവിടെ കൊണ്ടുവരുമ്പോൾ നമുക്ക് കിട്ടും 1.5 മീറ്റർ ഡിവൈഡ് ബൈ 50. എത്ര കിട്ടും മക്കളെ? 0.1 മീറ്റർ എന്ന് ആൻസർ കിട്ടും. സിമ്പിൾ അല്ലേ? സോ സിമ്പിൾ, കുഞ്ഞിക്കാര്യം. സോ ആക്ച്വലി എത്രയാണ്? 0.1 മീറ്റർ മുറിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? നമുക്ക് 1 ഓം റെസിസ്റ്റൻസ് കിട്ടും. മക്കളെ, മീറ്റർ ബ്രിഡ്ജിലാണെങ്കിൽ നിങ്ങൾ മോഡ്യൂൾസ് നോക്കിക്കഴിഞ്ഞാൽ എൻഡ് പോയിന്റ് കറക്ഷന്റെ ക്വസ്റ്റ്യൻ കാണും. അതുപോലെയാണെങ്കിൽ അങ്ങനെ വെറൈറ്റി ക്വസ്റ്റ്യൻസ് കാണാൻ കഴിയും. നിങ്ങൾക്ക് ആക്ച്വലി നിങ്ങളുടെ സിലബസ് അനുസരിച്ച് വാസ്റ്റായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ധാരാളം ക്വസ്റ്റ്യൻസ് കാണാൻ കഴിയും. നിങ്ങളുടെ NCERT-യിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് അത്രയും കണ്ടന്റ് ഞാൻ എടുത്തു തന്നിട്ടുണ്ട്.
അതിൽ കൂടുതൽ കണ്ടന്റ് ചുമ്മാ പഠിക്കുകയാണ് ഞാൻ പറയുന്നത്. എപ്പോഴും നിങ്ങളുടെ സിലബസിൽ സ്റ്റിക്ക് ചെയ്യുക. സിലബസിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് മാത്രം പഠിക്കുക. നീറ്റിന് പ്രീവിയസിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചോ ആ ലെവൽ മാത്രം പഠിക്കാൻ നോക്കുക. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ചെറിയ സമയം കൊണ്ട് കൂടുതൽ കാര്യം പഠിക്കാനും നിങ്ങൾ പഠിച്ച ക്വസ്റ്റ്യൻസ് തന്നെ വീണ്ടും വീണ്ടും റിവൈസ് ചെയ്യാനും അതേ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനും അത്തരം മോഡൽ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്യാനുള്ള ശേഷി ഉണ്ടാക്കുവാനും കഴിയും. ഓക്കെ ആണോ? സോ എനിക്ക് തോന്നുന്നു മീറ്റർ ബ്രിഡ്ജിന്റെ എൻറ്റയർ കോൺസെപ്റ്റ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനിയാണെങ്കിൽ ചോദിക്കാൻ കൊള്ളാമെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് റെസിസ്റ്റിവിറ്റി ചോദിക്കാം. ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ വരാം. ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇങ്ങനെ വരാം. നോക്കൂ മക്കളെ, ഇതുപോലെ റെസിസ്റ്റൻസ് വയർ തരും. റെസിസ്റ്റൻസ് വയറിന്റെ റെസിസ്റ്റിവിറ്റി എത്രയാണെന്ന് ചോദിക്കാം. അതിന്റെ ഏരിയയെ പറ്റി ചോദിക്കാം. സോ നിങ്ങൾ എന്ത് ചെയ്യണം? ആറിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഇപ്പോൾ കണ്ടുപിടിച്ച കണക്ക് ആറിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. നമ്മൾ ബേസിക് ഇക്വേഷൻ കൊടുക്കണം. ആർ വിച്ച് ഈസ് ഈക്വൽ ടു റോ എൽ ബൈ എ. ഈ ബേസിക് ഇക്വേഷൻ ഇട്ട് കൊടുക്കണം. നിങ്ങൾക്ക് റോ കണ്ടുപിടിക്കാം, എൽ കണ്ടുപിടിക്കാം, എ കണ്ടുപിടിക്കാം, അങ്ങനെ എല്ലാം കണ്ടുപിടിക്കാം. മനസ്സിലായോ? സോ നമ്മൾ നേരത്തെ പഠിച്ച റെസിസ്റ്റൻസിന്റെ ഏത് ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാം? ഈ മീറ്റർ ബ്രിഡ്ജുമായിട്ട് ക്ലബ് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ നമ്മൾ നേരത്തെ പഠിച്ച റെസിസ്റ്റൻസിന്റെ റെസിസ്റ്റിവിറ്റിയുടെ എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും എവിടെ മെർജ് ചെയ്യാം? നമുക്ക് മീറ്റർ ബ്രിഡ്ജിൽ മെർജ് ചെയ്യാം. മക്കളെ അത്രയും ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ DPP കിടപ്പുണ്ട്, തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം. സോ എൻറ്റയർ മോഡൽ ചെയ്ത് കാണിക്കുന്നതിന് നല്ലതാണ് എന്ത് ചെയ്യുന്നത്? DPP പോയിട്ടാണെങ്കിൽ DPPയിലെ ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുക. ഓരോ ക്വസ്റ്റ്യൻ ചെയ്തിട്ടാണെങ്കിൽ സൊല്യൂഷൻ നോക്കുക. നിങ്ങൾ ചെയ്ത മെത്തേഡ് ശരിയാണെന്ന് ഉറപ്പിക്കുക. അങ്ങനെ മുന്നോട്ട് പോവുക. എങ്കിൽ മാത്രമേ ഇതുകൊണ്ട് നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാവുകയുള്ളൂ. സോ ഞാനാണെങ്കിൽ മീറ്റർ ബ്രിഡ്ജ് ടോപ്പിക്കിലെ എൻറ്റയർ കോൺസെപ്റ്റ് കവർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. ഹാവ് എ നൈസ് സ്റ്റഡി. ബൈ.